ഹായ് ഓൾ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ എൻ്റെ അടുത്തേ ഉള്ള കുറച്ച് സ്നേക്ക് പ്ലാന്റ് സാൻസേവിയ എന്ന് പറയും, അതും കുറച്ച് കാക്ടസ് രൂപത്തിലുള്ള ചെടികളും പിന്നെ വേറെ ഒന്ന് രണ്ട് ചെടികളുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം കേട്ടോ. ഞാൻ ഇതുവരെ കാണിച്ചാൽ ഈ ചെടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തുന്നതാണ്. ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാണെങ്കിൽ വിൻഡോൻ്റെ അടുത്ത് നല്ല വെയിലുള്ളടുത്ത് വെക്കണം കേട്ടോ. ഇതൊക്കെ ഇതിലുള്ള ഒട്ടുമിക്കണോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ കാക്ടസ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഈ സാൻസേവിയയും ഈ കാക്ടസ് ഉണ്ടല്ലോ, ഇത് 1.5 മീറ്റർ നീളം വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഇത് എൻ്റെ സീലിങ്ങിനടുത്ത് തട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വെക്കുന്ന സ്ഥലത്ത് എൻ്റെ സീലിംഗ് ഉണ്ട്. ഇത് ഞാൻ പുറത്തായിരുന്നു വെച്ചിരുന്നത്, പക്ഷെ നീളം കൂടിയോണ്ട് ഇത് താഴോട്ട് വീഴുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് അകത്ത് വിൻഡോൻ്റെ അടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ കാക്ടസ് കണ്ടില്ലേ, ഇതിന് മുള്ളൊന്നുമില്ല കേട്ടോ. മുള്ളൊന്നും ഇല്ലാത്തൊരു തരം കാക്ടസാണിത്. പിന്നെ ഇത് ജേഡ് പ്ലാന്റ്. പിന്നെ ഇത് എൻ്റെ സ്വന്തം എന്താ പറയുക, എവർ ഗ്രീൻ അഗ്ലോണിമ. ഇത് 2.5 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട് ഈ ചെടി കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സാൻസേവിയ ആണല്ലേ ചെറുത്, ഇത് റീപോർട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇപ്പോൾ ഒരു വർഷമായി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ ചെടികളൊക്കെ. ഈ കാക്ടസിനുള്ളിൽ കൂടെ വേറൊരു കാക്ടസ് കൂടെ വരുന്നുണ്ട്. ഇതൊരു കുഞ്ഞി കാക്ടസ് കണ്ടില്ലേ, ഇതിൽ 2 ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് കേടായിപ്പോയി. ഇത് 2-3 വർഷമായതാ. ഇത് ഇപ്പോഴും ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, വെള്ളമൊന്നുമില്ല. അപ്പൊ ഇതിൻ്റെ ഒക്കെ ഒരു ഗുണം എന്താ വെച്ചാല്, നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ കുറേ വെയിൽ വേണം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇൻഡോർ എന്നാണെങ്കിൽ ജനലിൻ്റെ അടുത്ത് വെയിലുള്ളിടത്തൊക്കെ ഇത് വെക്കണം. പക്ഷേ ഈ സാൻസേവിയ ഈ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലേ പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ. അതിന് കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ട്, ഞാൻ പറയാം. ഇതില്ലേ ഡയറക്റ്റ് നിങ്ങൾ വെള്ളം നനയ്ക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഷൂട്ടിൻ്റെ ഇവിടേക്കൊന്നും വെള്ളം ആവരുത്. നമ്മൾ പുറത്ത് വെക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ വെയിൽ കൊണ്ടൊക്കെ വളർന്ന ചെടിയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇൻഡോർ ആണ് വെക്കുന്നതെങ്കിൽ ഈ ഇവിടെയൊന്നും വെള്ളം ഒഴിക്കരുത്. ഇതിന് വെള്ളം ഒഴിക്കുമ്പോഴല്ലേ നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ചെടി ഉണ്ടല്ലോ ഇത്, അപ്പോൾ ഇതിനിപ്പോൾ ഏകദേശം വെള്ളം ഒഴിക്കാം. ഇതൊക്കെ ഉണങ്ങിയ ഇതിലാണ്. പക്ഷെ മണ്ണ് പറ്റൂല കേട്ടോ ഇൻഡോർ വെക്കുന്ന. പ്രത്യേകിച്ച് നമ്മുടെ UAE ഇവിടെയൊക്കെ കിട്ടുന്ന മണ്ണ് ക്ലേ പോലുള്ള മണ്ണാണ്. ഇതിൽ മണ്ണല്ല കൂടുതലും, ഇതിൽ കുറച്ച് ചകിരിച്ചോറും ബാക്കി പോട്ടി മിക്സും പിന്നെ കുറേ ഉള്ളിത്തോലും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നനയ്ക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിതാ നല്ലോണം മണ്ണൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് നിന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള വെള്ളം അവരത് വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നനയണമെന്നില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ആപ്റ്റായ ഇത് കേട്ടോ, വെള്ളം ഒഴിക്കുന്ന രീതി. അപ്പോൾ ഇത് കേടാവില്ല, കുറച്ച് മാത്രം. ഇതൊക്കെ ഞാനുണ്ടല്ലോ എൻ്റെ ജനലിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു ദിവസം കാണിച്ചു തരാം. ജനലിൻ്റെ അടുത്ത് ഒരു ഗ്രില്ല് ഉണ്ടാക്കിയിട്ട്, എനിക്ക് ബാൽക്കണി ഇല്ല, ഗ്രില്ല് ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ ഈ സ്നേക്ക് പ്ലാന്റ് ഒക്കെ അകത്താണ് വെച്ചിരിക്കുന്നത്. കാരണം നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടിപ്പൊക്കെ ഇങ്ങനെ യെല്ലോ കളർ. അപ്പോൾ ഞാൻ ആ ടിപ്പൊക്കെ വെട്ടി കൊടുത്തതാണിത്. ഇപ്പോൾ ഞാൻ 2 മാസം, ഇനിയിപ്പോൾ ചൂടൊന്നും ചെറുതായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ ഇത് വീണ്ടും എൻ്റെ സ്വന്തം ചെറിയ ബാൽക്കണിയിലേക്ക് ഇത് മാറും. അപ്പോൾ അതെങ്ങനെയാണ് ആ ഗ്രില്ലൊക്കെ വെച്ചതെന്നൊക്കെ ഞാൻ ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവർ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.